കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയി. ഓണവിഭവങ്ങളും ഓണാഘോഷവും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ആ ഒരു മൂഡിൽ നിന്ന് മാറി തുടങ്ങുകയാണ്. ഇപ്പോൾ 2-3 ദിവസം എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല, നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വേപ്പിലക്കട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. വേപ്പില വേണം, മുളക് വേണം, മല്ലി വേണം, ഉപ്പ്, ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഉലുവ, പിന്നെ കായപ്പൊടി. മെയിനായിട്ട് ഇത് തേങ്ങ ഞാൻ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയതും അതിൻ്റെ ഒരു എണ്ണത്തിൻ്റെ പകുതി കൂടി, അങ്ങനെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്, കാരണം ഉരുളിയിൽ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങ അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കില്ല കേട്ടോ, ഇങ്ങനെ തന്നെ നമ്മളിത് വറുത്തെടുക്കും. പിന്നെ ഇതിനകത്തേക്ക് പലരും ചുമന്നുള്ളിയും ഇഞ്ചിയൊക്കെ ഇടാറുണ്ട്, ഞാനതൊന്നും ഇടാറില്ല. കാരണം ശരിക്കും പണ്ടൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തന്നേക്കണത് ഇങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ കയ്യിൽ മുഴുവൻ മുളകോ അല്ലെങ്കിൽ മല്ലിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇത് മൂത്ത് കഴിയുമ്പോൾ ആ ടൈമിൽ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നമ്മളുടെ വാളംപുളിയും കൂടി വേണം കേട്ടോ. ആ പുളിയും കൂടി കൂട്ടിയാണ് നമ്മളിത് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതങ്ങോട്ട് മൂത്ത് വരട്ടെ. ഒന്ന് പയ്യെ അടിക്കൊക്കെ പിടിക്കാൻ തോന്നും, എന്നാൽ നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തു കഴിഞ്ഞാൽ അത് ഇളക്കുമ്പോൾ നമ്മളുടെ ആ പാത്രത്തിൻ്റെയൊക്കെ എന്താ പറയുക അടിയിലൊക്കെ പിടിച്ചും പിന്നെ അതിൻ്റെയൊക്കെ അതൊക്കെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതുമല്ല അതിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ആയി വരും. പക്ഷേ ഇതിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്യണ രീതിയിൽ ഉരുളിയിലൊക്കെ അല്ലേ, ഞാൻ അതേപോലെ ഉരുളിയിലൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാട്ടോ. ഒരു കളറൊക്കെ പയ്യെ മാറി തുടങ്ങിയിട്ട് ഒരു ഇളം മഞ്ഞ പോലെ ആയി തുടങ്ങിയിട്ട് നന്നായിട്ട് മൂക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇത് ആയി വരേണ്ട, ഒരു ബ്രൗൺ കളറാകണം. ഫ്രണ്ട്സ്, ദേ നമ്മളുടെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ തേങ്ങ കണ്ട. ഇനി നമുക്കതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇലയും കൂടി ഇതിനകത്ത് കിടന്നൊന്നായി വന്നിട്ട് മുളകും മല്ലിയും ഇതെല്ലാം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ വേപ്പിലയും കൊണ്ട് പലവിധ ഗുണങ്ങളുണ്ടെന്നറിയാലോ. വേപ്പില നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മളുടെ മുടി കറുക്കാൻ നല്ലതാണ്. വേപ്പില ഇടിച്ച് പിഴിഞ്ഞ് നമ്മൾ അതിൻ്റെ നീരിൽ എണ്ണ കാച്ചും, വെളിച്ചെണ്ണ കാച്ചി എടുക്കാറുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോളിന് ഷുഗറിനൊക്കെ ഈ വേപ്പില നല്ലതാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ ഇല വെച്ച് ഇങ്ങനെ വേപ്പില കട്ടിയൊക്കെ ഉണ്ടാക്കി പ്രഷറൊക്കെ ഉള്ളവർക്ക് കഴിക്കാം. പക്ഷെ ഉപ്പ് നമ്മൾ അധികം ഇടാതിരിക്കുക. ഉപ്പ് അധികം ഇടാതിരിക്കുകയാണെങ്കിൽ അവർക്കും നല്ലതാണ്, പ്രഷറിനൊക്കെ നല്ലതാണെന്നാണ് വേപ്പില പറയണേ. അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമ്മളുടെ വീട്ടിലുള്ള വേപ്പില വെച്ച് ഉപയോഗിക്കാം കേട്ടോ. കാരണം കടയിൽ നിന്ന് മേടിക്കുന്ന വേപ്പിലയൊന്നും അത്ര നല്ല ഗുണമുള്ള വേപ്പിലകളായിരിക്കില്ല. നമ്മുടെ അയൽവക്കത്തോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കുറച്ച് വേപ്പില മേടിച്ചു കൊണ്ടുവന്നിട്ടൊക്കെ ഇതേപോലെ വേപ്പില കട്ടിയിട്ട് എന്തോരം വേപ്പില ഇട്ടാലും നല്ലതാട്ടോ. നമ്മളുടെ വേപ്പില കട്ടിക്ക് ടേസ്റ്റ് കൂടും. തേങ്ങയൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. വെറുതെ ചോറിലൊക്കെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേപ്പില കിടക്കുമ്പോൾ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മളെടുത്ത് മാറ്റി വയ്ക്കും. കാരണം വിഷാംശം, വേപ്പില ശരിക്കും ഏറ്റവും ഇതെന്ന് പറയുന്നത് വിഷാംശം വലിച്ചെടുക്കും എന്നല്ലേ പറയണം. അപ്പോൾ അതേപോലെ ഈ വേപ്പില നമ്മളുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ കൊറോണേനെയൊക്കെ പ്രതിരോധിക്കാനും വേപ്പിലയ്ക്ക് ഇപ്പോൾ കഴിവുണ്ടെന്നാണ് പറയണേ. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലേക്ക് എടുത്ത് ഇതേപോലെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ ആക്കി ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കാൻ നോക്കാം. നമ്മളുടെ വേപ്പിലയും തേങ്ങയും ഒരുവിധം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് കുറച്ചിട്ട്, ഞാൻ കുറച്ച് കാശ്മീരിയും സാദാ മുളക് കൊണ്ട് എടുത്തിരിക്കുന്നത്. കാശ്മീരി കുറച്ച് കളറ് കിട്ടാനും സാദാ മുളക് എരിവ് കൂടാനും കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളവർ സെപ്പറേറ്റ് വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ വേപ്പില കട്ടി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഒരുവിധം അങ്ങോട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് നമ്മളുടെ ഈ പൊടിയാവേണ്ട സാധനങ്ങളുണ്ടല്ലോ, മല്ലിയും മുളകും ഉലുവയും അതെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കും.
ഇനി നമുക്ക് ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. അതങ്ങനെ സെറ്റായി തുടങ്ങണിട്ടാ. ഇനി കുറച്ച് മല്ലി ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലി അങ്ങോട്ട് ആയിക്കോട്ടെ. ഇട്ടാ ഒരു പിടി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണ്ട്. നമ്മൾ അധികം എരിവിന് മുളക് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ കുരുമുളകും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉലുവ ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ. ഉലുവ പെട്ടെന്ന് ആവണതാ. കണ്ട ഒരു കിലു കിലു എന്നുള്ള സൗണ്ട് കണ്ട. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം റെഡിയായി എന്നാണ് അതിനർത്ഥം കേട്ടോ. ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉരലിൽ ഒലക്കയൊക്കെ വെച്ചാണ് ഇടിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഒലക്ക ഉരലൊക്കെ എവിടെ ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇത് മിക്സിയിൽ ചൂടോടെ ഒരിക്കലും പൊടിക്കരുതിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ചെറിയ ജാറിലിട്ട് കുറച്ച് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പുളിയും ഉപ്പും കൂട്ടി പൊടിക്കുക. ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ യോജിപ്പിക്കണില്ല. ആ പൊടിക്കുമ്പോൾ ഓരോ ഇത് പൊടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വീതം ഉപ്പ് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ മുളക് ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കട്ടെ. മുളകൊന്നും കൂടി ആവാനിട്ടാ. അപ്പോഴേക്കും നമ്മളുടെ ബാക്കിയെല്ലാം സെറ്റാവും. ഈ മുറി മുഴുവനും വേപ്പില കട്ടിയുടെ മണമാണെന്ന് മോള് വന്നുകൊണ്ട് പറയാണ്, അമ്മ എന്താ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേപ്പില കട്ടി. അപ്പം നല്ല മണം പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നേ. അവളവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഓണത്തിൻ്റെ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഓണസദ്യയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണേ. കമൻറ്റുകളൊന്നും അധികം നിങ്ങൾ കണ്ടില്ല. ഇഷ്ടപ്പെട്ടായിരിക്കും. നിങ്ങളും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതണട്ടാ. പിന്നെ കൊറോണേനെ എല്ലാവരും ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്യുക. ഇപ്പോൾ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് കുറേ കൂടി കെയർ ചെയ്യുക. മാസ്കൊക്കെ ധരിക്കുക. പുറത്ത് പോകുമ്പോൾ മാക്സിമം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോകാം. അല്ലാതെ പുറത്തേക്കൊന്നും അധികം സഞ്ചരിക്കേണ്ട. ഞങ്ങളുടെ ഏരിയകളിലൊക്കെ കൊറോണയൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. ഈ നമ്മളുടെ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ആയി കിട്ടിക്കോളും. ഇപ്പം എല്ലാ തേങ്ങയും മുളകും എല്ലാം സെറ്റായിട്ടുണ്ട്. ഉലുവയുടെയും കായത്തിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല പൊളി മണം വരുന്നത്. ഫ്രണ്ട്സ്, ദേ നമ്മളുടെ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് പുളിയും. പിന്നെ ഈ ഒരു കാര്യം പറയട്ടെ, പുളി നമ്മളിപ്പോൾ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ലായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തായാലും കുറച്ച് പുളിയും വേണമെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചാലിച്ച് ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സാധാ ഇതിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നമ്മൾ ഈ തേങ്ങയിലെ വെളിച്ചെണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തിരുന്നാൽ കുറച്ച് ദിവസം കൂടുതലിരുന്നാൽ ചിലപ്പോൾ ആ കാറലിച്ചൊക്കെ വരും. തേങ്ങ നമ്മൾ പിഴിഞ്ഞൊന്നും മാറ്റണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കി ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി, വെള്ളമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നമ്മളുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. നമുക്ക് ആവശ്യം നേരത്ത് 1 മണിക്കൂർ മുമ്പ് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ ഹെൽത്തിയാണ്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ നമുക്കിത് ഏറ്റവും നല്ലതുമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.